ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാര റെസിപ്പീസ്. അപ്പം ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് നമ്മളുടെ ഒരു എന്താ പറയുക, നല്ല ചൂട് സമയത്താണെങ്കിലും അല്ലാത്ത ടൈമായാലും കുടിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പം അതിനായിട്ട് ഒരു 15-20 ഗ്രാം കാഷ്യൂനട്ട്, അത്ര തന്നെ നമ്മളുടെ ബദാം എടുത്തിട്ടുണ്ട്, അതേപോലെ പിസ്ത എടുത്തിട്ടുണ്ട്, അതേപോലെ നമ്മളുടെ മെലൺ സീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട്, ഒരു 2 സ്പൂണോളം, പിന്നെ 2 ടീസ്പൂൺ നമ്മളുടെ ഇതാണ് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂണോളം നമ്മളുടെ കുരുമുളകും, 1 ടീസ്പൂൺ നമ്മളുടെ കുങ്കുമപ്പൂവ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് നമ്മളൊരു 10-15 ഏലക്കായും, കുറച്ച് റോസിൻ്റെ നമ്മളുടെ പെറ്റൽസ്, അതായത് റോസിൻ്റെ ഇതൾ ഉണക്കിയ കിട്ടൂലേ നമുക്ക്, അതും എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിൽ ഒരു അരമണിക്കൂറോളം നമ്മളത് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പം അതൊന്ന് ഒരു അരമണിക്കൂർ കുതിരണ വരെ നമുക്കതൊന്ന് മൂടി വെക്കാം. അപ്പം നമ്മളുടെ അത് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അപ്പം അത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. നന്നായിട്ട് അരിഞ്ഞ് കിട്ടണേ. അപ്പം അതൊന്ന് നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് 1.5 ലിറ്റർ, ഇവിടെ ഇത്ര നമ്മൾ ക്വാണ്ടിറ്റി ഇതിൽ നമ്മൾ 1.5 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അത് ഫുൾ ഫാറ്റ് ക്രീം പാലാണ് കേട്ടോ എടുത്തേക്കണത്. ഇത് കൊഴുപ്പ് കൂടിയ പാലാണ് എടുത്തേക്കണത് ഇവിടെ. ഇനി നമുക്കതൊന്ന് ബോയിലാക്കി എടുക്കാം. ഒന്ന് വരട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ക്രീം നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് ചേർക്കണം. അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മളുടെ ഇവിടെ തിളച്ചൊക്കെ വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞു വരണം കേട്ടോ. അപ്പോഴേ, അല്ലെങ്കിൽ അത് നമ്മുടെ വായിലെല്ലാം കടിക്കും. അപ്പം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിത് അതിനകത്തോട്ട് പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അത് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ പട്ടയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കത് നല്ല ബോയിലാവണ വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇവിടെ നന്നായി തിള വന്നിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തിളച്ച് ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോണ വരെ നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം അതൊന്ന് തണുക്കാൻ വെക്കാം. ഇനി നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് ഐസിൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തണ്ടായി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ വാനിലയുടെ കേട്ടോ ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് വാനില ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല രുചിയാണ്. 2 ഗ്ലാസ്സിലേക്ക് നമ്മൾ വാനിലയുടെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതാട്ടോ ശരീരത്തിന്. നമുക്ക് എന്താ പറയുക, അത്യാവശ്യം നമുക്കതിൽ നട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശരീരത്തിനും അത്യാവശ്യം പ്രോട്ടീനും കാര്യങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. പ്ലസ് നമ്മുടെ ശരീരത്തിന് നല്ലൊരു കൂളിങ്ങും കിട്ടും ഇത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തണ്ടായി കൂടെ
ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്തിരി നമ്മളുടെ എന്താ പറയുക, അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അലങ്കരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നട്ട്സും പിന്നെ നമ്മളുടെ റോസിൻ്റെ ഇതളും 2-3 അല്ലി കുങ്കുമം പൂവൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ തണ്ടായുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.